നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. അപ്പോൾ നമ്മൾ കാത്ത് നിന്ന് 2026 മഹാശിവരാത്രി മഹോത്സവം ഇങ്ങെത്തിയല്ലേ. നാളെയാണ് ഫെബ്രുവരി 15 മഹാശിവരാത്രി ആഘോഷിക്കുന്നത്. അപ്പോൾ മഹാശിവരാത്രിയെക്കുറിച്ചും ആഘോഷിക്കേണ്ടത് എങ്ങനെയാണ്, വ്രതാനുഷ്ഠാനം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയും അല്ലാണ്ട് തന്നെ നേരിട്ട് കണ്ടിട്ടും പറഞ്ഞു കൊടുക്കുന്ന എത്രയോ പേരുണ്ട്, അറിഞ്ഞവർ എത്രയോ പേരുണ്ട്. എങ്കിലും ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം. മഹാശിവരാത്രി വ്രതം എല്ലാവരും അനുഷ്ഠിക്കണം കേട്ടോ. എല്ലാവർക്കും അനുഷ്ഠിക്കാൻ സാധ്യമാവട്ടെ ഭഗവാന്റെ അനുഗ്രഹത്താൽ. അപ്പോൾ അനുഷ്ഠിക്കുന്നവർ ഈ നാളെയാണല്ലോ ശിവരാത്രി. അപ്പോൾ 5 ദിവസം മുന്നേ അനുഷ്ഠിക്കുന്നവരുണ്ട് വ്രതം. മത്സ്യമാംസങ്ങളൊക്കെ ഒഴിവാക്കി ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചിട്ട് വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ട്. 5 ദിവസം മുന്നേ, 3 ദിവസം മുന്നേയും അനുഷ്ഠിക്കുന്നവരുണ്ട്. ഞാനൊക്കെ ഇന്നാണ്, തലേ ദിവസമായ ഈ ശനിയാഴ്ചയാണ് അനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ടുള്ളത് വ്രതം. എങ്ങനെ ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് അതിന് ശേഷം മത്സ്യമാംസാദികൾ ഒഴിവാക്കും കേട്ടോ. അങ്ങനെ നാളെ മഹാശിവരാത്രി ദിവസമായ നാളെ പുലർകാലത്ത് തന്നെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്ത സമയത്തൊക്കെ എഴുന്നേൽക്കുമ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ്. എന്തായാലും പുലർക്കാലത്ത് എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി ശിവഭഗവാനെ മനസ്സിലിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയിട്ട് ശിവസഹസ്രനാമം, ശിവപഞ്ചാക്ഷരി മന്ത്രം, അങ്ങനെയുള്ള എല്ലാ ഉപാസനകളും ചെയ്യാം. ഇപ്പോൾ ഒന്നും അറിയാത്തവർക്ക് ശിവപഞ്ചാക്ഷരി മന്ത്രം അറിയായിരിക്കുമല്ലോ, അത് ചൊല്ലിയാൽ മതി. ഓം നമ ശിവായ 108 പ്രാവശ്യം ചൊല്ലിയാൽ മതി. അത് പറ്റുന്ന ടൈമിലൊക്കെ ചൊല്ലുക 108 പ്രാവശ്യം. ഇന്നേ സമയമൊന്നുമില്ല, ഏത് സമയത്ത് വേണമെങ്കിലും ചൊല്ലാം. ഇനിയിപ്പോൾ അടുത്ത ശിവക്ഷേത്രം ഇല്ലാത്തവർ വിഷമിക്കേണ്ട. അടുത്ത് ഏതാണോ ക്ഷേത്രമുള്ളത് ആ ക്ഷേത്രത്തിൽ പോവുക. ഇനിയിപ്പോൾ ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവരാണെങ്കിലോ അതും വിഷയമുള്ള കാര്യമല്ല. അങ്ങനെ അനുഷ്ഠിക്കാവോ എന്ന് ചോദിക്കുന്നവരുണ്ട് അല്ലേ. ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും പോകാൻ പറ്റാത്ത ഒരവസ്ഥ വന്നാൽ പോവാവോ? പോവണ്ട. ക്ഷേത്രത്തിൽ തന്നെ, ഭഗവാൻ ക്ഷേത്രത്തിൽ മാത്രമല്ലല്ലോ, സർവ്വവ്യാപിയല്ലേ ഭഗവാൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ നിന്ന് ഭഗവാനെ സ്മരിക്കാം, വ്രതം അങ്ങനെ അനുഷ്ഠിക്കാം. പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിൽ നിന്ന് വ്രതം അനുഷ്ഠിക്കാം. എല്ലായിടത്തും ഉണ്ട് ഭഗവാൻ. നമ്മുടെ കിടക്കുന്ന റൂമിൽ നിന്നാണെങ്കിൽ ഭഗവാൻ അവിടെ നിന്ന് അനുഷ്ഠിക്കാം. എല്ലായിടത്തും ഉണ്ട് ഭഗവാൻ. അപ്പോൾ അതിലൊരു തർക്കം വേണ്ട. അപ്പം അങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത്. അപ്പോൾ ഭഗവാനെ എങ്ങനെയൊക്കെ നമുക്ക് മനസ്സറിഞ്ഞ് ഭക്തിയോടുകൂടെ ധ്യാനിക്കാൻ സാധിക്കുമോ അങ്ങനെ ധ്യാനിക്കാം. അങ്ങനെ പിന്നെ ശിവലിംഗം വീട്ടിലുള്ളവർക്ക് ശിവലിംഗത്തിൽ ആരാധന നടത്താം. ഇനി അതില്ലെങ്കിൽ മണ്ണുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നതേ ഉള്ളൂ അല്ലേ. പെട്ടെന്ന് തന്നെ ശിവലിംഗം ഉണ്ടാക്കാൻ കഴിയും. എന്നിട്ട് അതിൽ പൂജ നടത്തിയിട്ട് ചെയ്യുന്നവരുണ്ട്. അതിൽ പൂജ നടത്തിയ ശേഷം ശിവരാത്രിക്ക് ശേഷം അത് നിമഞ്ജനം ചെയ്യുക, ജലത്തിലോ ഇങ്ങനെ നിമഞ്ജനം ചെയ്ത് കളയാം. അപ്പം അതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ശിവഭഗവാന്റെ ഫോട്ടോ ഉണ്ടല്ലോ, അതിൽ പൂജ ചെയ്താൽ മതി. ഫോട്ടോ ഇല്ലാത്തൊരു പേടിക്കേണ്ട. നമ്മുടെ മനസ്സിൽ ഭഗവാൻ ഇങ്ങനെ കണ്ട് സ്മരിക്കുക, ഓം നമഃ ശിവായ ജപിക്കുക. പിന്നെ അതിന് ശേഷം നമ്മുടെ രാത്രിയാകുമ്പോൾ ഉറക്കം ഒഴിക്കേണ്ട സമയമാണല്ലേ. രാത്രി പലർക്കും ഉറക്കം ഒഴിക്കാൻ സാധിക്കില്ല. ഇനിയിപ്പം നാളത്തെ ഭക്ഷണ രീതി അത് പറഞ്ഞില്ല. നാളത്തെ ഭക്ഷണ രീതിയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. തീരെ ഉപവാസം ഒന്നും കഴിക്കാണ്ട് ഉപവസിക്കുന്നവരുണ്ട്. എന്നാൽ പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ച് ഉപവസിക്കുന്നവരുണ്ട്. അരിയാഹാരം മാത്രം ഉപേക്ഷിച്ച് ബാക്കി ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ശരീരം, ഇപ്പം എന്താണോ ശരീരത്തിന് ആരോഗ്യപ്രദമായ രീതിയിൽ എങ്ങനെയാണോ എടുക്കാൻ സാധിക്കുക അതേ രീതിയിൽ മാത്രമേ എടുക്കണ്ടൂ. ഞാൻ എപ്പോഴും പറയുന്നതല്ലേ. അല്ലാണ്ട് അയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയേ എടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല, അങ്ങനെയുള്ളൊരു ചിന്താഗതിയും വേണ്ട. സ്വന്തം മനസ്സിന് തൃപ്തികരമായ രീതിയിൽ ശരീരത്തിൻ്റെ ആരോഗ്യം ശ്രദ്ധിച്ചുകൊണ്ട് വ്രതാനുഷ്ഠിക്കാം. അപ്പം ഞാനൊക്കെ ഫുള്ളായിട്ട് ഉപവസിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രാത്രി കാലങ്ങളിൽ ഉറക്കം അണച്ചാണല്ലേ നമ്മൾ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുക. അപ്പോൾ ഉറക്കം ഒഴിച്ച് വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ അങ്ങനെ ഉറക്കം ഒഴിക്കണ്ട. ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കിടന്നുറങ്ങിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉറക്കം ഒഴിക്കാൻ സാധിക്കുന്നവർ തീർച്ചയായിട്ടും ഉറക്കം ഒഴിക്കണം. 12 മണി മുതൽ 2:30 മണി വരെയാണെന്ന് തോന്നുന്നു പ്രധാനമായിട്ടുള്ള ശിവരാത്രിയുടെ ഒരു സമയം.
ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ നേരിട്ടും ആരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. 12 മണി മുതൽ 2:30 മണി വരെയാണ് പ്രധാനമായിട്ടുള്ള ശിവരാത്രിയുടെ പ്രധാനമായിട്ടുള്ള സമയം. അപ്പോൾ അങ്ങനെ തീരെ ഉറക്കം ഒഴിക്കാൻ സാധിക്കാത്തവർ ആ ഒരു ടൈമെങ്കിലും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഉറക്കം ഒഴിക്കാം. എന്നതിന് ശേഷം കിടന്നുറങ്ങിക്കാൻ ഒരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരുടെയും ആരോഗ്യപ്രദമായ രീതിയിൽ വ്രതം അനുഷ്ഠിക്കുക ഭഗവാനെ സ്മരിച്ചുകൊണ്ട്. പിന്നെ അതുപോലെ നമ്മൾ രാത്രി ഉറക്കം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് നാമങ്ങൾ മാത്രം ജപിച്ചുകൊണ്ടിരുന്നാൽ ചില ആൾക്കാരുടെ കാര്യമാട്ടോ പറയുന്നത്. ചില ആൾക്കാർക്ക് എന്താ ഉറക്കം ഒഴിച്ചിരിക്കുമ്പം നാമം മാത്രം ജപിച്ചിരിക്കുമ്പോൾ ഒരു ഉറക്ക് വരും അല്ലേ. അതിനുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് ഈ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും പ്രവൃത്തി ചെയ്യാം. അപ്പോൾ പിന്നെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഭഗവാനെ നാമം ഉള്ളിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ മതി. അപ്പോൾ പിന്നെ ഓർക്കൊന്നും വരില്ല. ഇങ്ങനെ നാമം മാത്രം ജപിക്കുന്ന സമയത്ത് ഉറക്ക് അധികം ആൾക്കാർക്കും വരും അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള മാർഗ്ഗമാണ്. പിന്നെ എന്തെങ്കിലും കലാപരിപാടികളൊക്കെ വെച്ചാൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ടുള്ള കലാപരിപാടികളും തിരുവാതിരക്കളി അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കണ്ടിരുന്ന് പ്രത്യേകിച്ച് ഉറക്കം വരാൻ ചാൻസ് കുറവാണ്. രാത്രിയും നാമജപം മാത്രമാകുമ്പോൾ അധികം ആൾക്കാർക്ക് ഉറക്കം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള മറ്റൊരു മാർഗം കൂടിയാണത്. അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യുക. എന്താണ് ഉറക്കം വരാണ്ടിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ. ചിലവർ കളിക്കുന്നവരുണ്ട്, ഓരോ കളികളൊക്കെ കളിക്കുന്നവരുണ്ട്. കളിച്ചോ, കുഴപ്പമില്ല. അയ്യോ കളിക്കാനൊന്നും പാടില്ല എന്ന് പറയുന്ന ചിലവരില്ലേ. കളിക്കാനൊന്നും പാടില്ല, ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചിട്ട് ഇതെന്താ കളിക്കുന്ന ഒന്നും ശരിയല്ല, ഭഗവാന്റെ നാമം ജപിച്ചിരിക്കുക വേണ്ടതെന്ന് പറയും. പക്ഷേ ഈ പറയുന്ന ആൾക്ക് ഉറക്കം വരില്ലായിരിക്കും അല്ലേ. വ്രതം അനുഷ്ഠിച്ചാലും ഉറക്കം വരില്ലായിരിക്കും. എന്ന് വെച്ച് നമുക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മൾ അതിനുള്ള പോംവഴിയായിട്ട് എന്തെങ്കിലും കളി കളിക്കുമ്പോൾ അത് തെറ്റാന്ന് പറയാൻ പറ്റൂല. ഞാൻ പറഞ്ഞില്ലേ, എന്ത് പ്രവൃത്തി ചെയ്യുന്നതാണെങ്കിലും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചെയ്യുക. അപ്പോൾ കുഴപ്പമില്ലല്ലോ. കളിയാണെങ്കിൽ എന്തെങ്കിലും കളിക്കുകയാണ്, അപ്പോൾ എന്ത് ചെയ്യുക, ഭഗവാനെ സ്മരിക്കുക, ഭഗവാന്റെ നാമം മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഭഗവാന്റെ നാമം ഉരുവിട്ടതുമായി ഉറക്കം വരാണ്ടിരിക്കാൻ നമ്മൾ കളിക്കുന്നതുമായി. അത്രയേ ഉള്ളൂ. നമ്മുടെ മനസ്സ് എങ്ങനെയാണോ പറയുന്നത് അതേ രീതിയിൽ പ്രവർത്തിക്കുക. നമ്മുടെ മനസ്സാണ് ഏറ്റവും വലിയ ഗുരു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ ഉറക്കം ഒഴിക്കാം. അങ്ങനെ തീരെ വല്ലാണ്ട് അപ്പോൾ ഉറക്കം വരുന്നെന്നുള്ള സാഹചര്യം ആകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അതൊന്നും ഒരു കുഴപ്പമില്ല. ഭഗവാനെ സ്മരിച്ചാൽ മതി സദാസമയം. അങ്ങനെ പിറ്റേ ദിവസം ഇപ്പോൾ ഞായറാഴ്ചയാണ് ശിവരാത്രി. തിങ്കളാഴ്ച സന്ധ്യ കണ്ടതിന് ശേഷം മാത്രമാണ് അങ്ങനെ ഉറക്കം ഒഴിച്ച് വ്രതം അനുഷ്ഠിക്കുന്നവർ ഉറങ്ങാവുള്ളൂ അല്ലേ. തിങ്കളാഴ്ച സന്ധ്യ വിളക്ക് കണ്ടതിന് ശേഷം മാത്രം. അപ്പം അങ്ങനെയൊക്കെ എടുക്കാൻ സാധിക്കുന്നവരും ഭാഗ്യം ചെയ്തവർ തന്നെയാണ്. അത് അത്രയും ഉപാസന, അത്രയും ഭഗവാനെ സ്മരിച്ച് അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ അതൊക്കെ സാധിക്കൂ. എന്ന് വെച്ചാൽ സാധിക്കാത്തവർ ഭഗവാനെ സ്മരിക്കാത്തവരാണോ? അല്ല, അതൊന്നുമല്ല. അതൊക്കെ ഓരോരുത്തരുടെ ശരീരപ്രകൃതത്തിനനുസരിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഭഗവാനെ കൂടുതൽ സ്മരിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സറിഞ്ഞ് നമ്മൾ സ്മരിക്കുമ്പോൾ നമുക്ക് ഉറക്കമൊന്നും വരില്ല. പക്ഷേ നോട്ട് ദി പോയിന്റ്, ആരോഗ്യം ശ്രദ്ധിച്ച് വേണം എന്ത് വ്രതം എടുക്കാൻ. ഭഗവാൻ പറഞ്ഞിട്ടില്ല ആരോഗ്യം നോക്കാണ്ട് വ്രതം എടുക്കണം എന്നൊന്നും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ശിവരാത്രിയുടെ തിങ്കളാഴ്ച, പിറ്റേ ദിവസമായ തിങ്കളാഴ്ച നമുക്ക് സന്ധ്യാനേരത്ത്, നാളെ ശിവരാത്രി ദിവസം ഞായറാഴ്ച സന്ധ്യാനേരത്ത് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. ഇപ്പോൾ രാവിലെ തൊട്ട് സന്ധ്യാനേരം വരെ ഭക്ഷണം കഴിക്കാണ്ട് സന്ധ്യ വിളക്ക് കണ്ടതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നവരും ഉണ്ട്. എന്നാൽ ആ ദിവസം ഞായറാഴ്ച മൊത്തം ഭക്ഷണം ഒന്നും കഴിക്കാണ്ട് തിങ്കളാഴ്ച സന്ധ്യ വിളക്ക് കണ്ടതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. അത് കഠിനമായ വ്രതമാണ്. 2 ദിവസം ജലപാനം പോലും ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ചിലവരിങ്ങനെ ഞാൻ പറഞ്ഞ പോലെ നാളത്തെ സന്ധ്യവിളക്ക്, ശിവരാത്രി ദിവസമായ സന്ധ്യാവിളക്ക് കണ്ടതിന് ശേഷം അരിയാഹാരം ഒന്നും കഴിക്കില്ല, പഴവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ അരിയാഹാരം ഒഴിച്ചിട്ടുള്ള ബാക്കി ഭക്ഷണങ്ങൾ കഴിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയും ചെയ്യുന്നവർക്ക് ചെയ്യാം. എന്നാൽ തിങ്കളാഴ്ച സന്ധ്യവിളക്ക് കണ്ടിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ശരിയായ രീതിയിൽ, നമ്മുടെ ആരോഗ്യപ്രദമായ രീതിയിൽ വ്രതം അനുഷ്ഠിക്കുക. അപ്പോൾ എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ അഡ്വാൻസ് ആയിട്ട് നേരുകയാണ്.
അപ്പോൾ ഭഗവാനും എല്ലാവരും അഡ്വാൻസ് ആയിട്ട് മഹാശിവരാത്രി ആശംസകൾ നേരണം കേട്ടോ. ഇന്ന് തന്നെ നേരണം. നാളെ രാവിലെ ആകുമ്പോൾ ഭഗവാനെ അവിടത്തേക്ക് മഹാശിവരാത്രി ആശംസകൾ എന്ന് പറഞ്ഞ് നാളെ നേരുക. ഭഗവാന് നമ്മളല്ലാണ്ട് ആരാ നേരുക? അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ശുഭകരമായ രീതിയിൽ വ്രതം അനുഷ്ഠിക്കാൻ ആ പരമേശ്വരൻ്റെ, ആ പാർവതീനാഥനായ പരമേശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. നമ പാർവതീപതയെ. ഹര ഹര മഹാദേവ.